നമസ്കാരം, ഞാൻ ഡോക്ടർ റിയ മാത്യു, പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോസ്റ്റോഡോണ്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്ന ചികിത്സാ രീതികളെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, പല കാരണങ്ങളാലും അസുഖങ്ങളാലും പരുക്കുകളാലും ഒക്കെ നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ചില സമയം നമ്മുടെ പല്ലുകൾ ആഴത്തിലുള്ള കേട് കാരണം മോണയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പല്ലുകൾ എടുത്തു കളയേണ്ട അവസ്ഥയും വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്രിമ പല്ലുകൾ അല്ലെങ്കിൽ വെപ്പ് പല്ലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നത്. 3 രീതികളിലായിട്ടാണ് നമുക്ക് വെപ്പ് പല്ലുകൾ വയ്ക്കാൻ സാധിക്കുക. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഊരി മാറ്റി വയ്ക്കാവുന്ന പല്ലുകളാണ്. ഇതിനെ റിമൂവബിൾ ഡെൻചേഴ്സ് എന്ന് പറയും. ആർട്ടിഫിഷ്യലായിട്ടുള്ള പല്ലുകൾ പ്ലേറ്റിൽ ഘടിപ്പിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വായിലേക്ക് വയ്ക്കുക. രണ്ടാമത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള രീതിയാണ്. ഇതിൽ നഷ്ടപ്പെട്ടു പോയ പല്ലുകളുടെ മുന്നിലും പിന്നിലുമായി നിൽക്കുന്ന പല്ലുകളുടെ സഹായത്തോടെ അതിന് മുകളിൽ ക്യാപ്പുകൾ കൊണ്ട് ബ്രിഡ്ജ് ഉണ്ടാക്കി നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ ബാക്കിയുള്ള പല്ലുകളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇതിനെ ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഡെൻ്റൽ ഇംപ്ലാന്റുകൾ. നഷ്ടപ്പെട്ടു പോയ പല്ലിൻ്റെ സ്ഥാനത്തെ എല്ലുകളിലേക്ക് സ്ക്രൂ ഘടിപ്പിച്ച് ആ സ്ക്രൂ എല്ലുമായി ചേർന്നതിന് ശേഷം അതിന് മുകളിൽ പല്ലുകൾ ഘടിപ്പിക്കുന്ന രീതിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റുകൾ. ഇതിൽ അസ്ഥിയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. 1-2 പല്ലുകൾ പോയവർക്കും അതുകൂടാതെ മുഴുവൻ പല്ലുകൾ നഷ്ടപ്പെട്ടവർക്കും ഈ ചികിത്സാ രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നഷ്ടപ്പെട്ടു പോയ പല്ലുകൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, പല്ലുകൾ നമുക്ക് ആഹാരം ചവച്ചരയ്ക്കുവാനും ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ സ്ഫുടതയോടെ ഉച്ചരിക്കുവാനും മുഖത്തിന് ഭംഗി കൂട്ടുവാനും ഒക്കെ പല്ലുകൾ സഹായിക്കും. പല്ലുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അത് ബാധിച്ചേക്കാം. അതുകൂടാതെ പല്ലുകൾ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ബാക്കിയുള്ള പല്ലുകൾ നീങ്ങുകയും പിന്നീട് ആ സ്ഥാനത്തേക്ക് പല്ലുകൾ വയ്ക്കാനുള്ള സാഹചര്യവും കുറഞ്ഞു വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള പല്ലുകൾ നീങ്ങുന്നതനുസരിച്ച് പല്ലുകൾക്കിടയിൽ വിടവുണ്ടാവുകയും അവിടെ ഭക്ഷണ പദാർത്ഥം കുടുങ്ങാനും സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്ന പല്ലുകളെ കൃത്യസമയത്തിനുള്ളിൽ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.